ദാസിലേക്ക് പോയി ശങ്കുട്ടിദാസിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷേ താങ്കൾ UDF-ന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള അഭിപ്രായത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത്, നിങ്ങൾ ഇന്ന് UDF എടുക്കുന്ന നിലപാട് ഒരു തരത്തിൽ പരിഹാസ്യമുണ്ടാക്കുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ പരോക്ഷമായി പിന്തുണയ്ക്കുകയായിരുന്നു, പലപ്പോഴും പ്രത്യക്ഷമായി പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും ഈ സർക്കാരിനെ വേട്ടയാടാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ തണൽ ഉപയോഗിച്ച നിങ്ങൾക്ക് ഈ സുപ്രീം കോടതി വിധിയിൽ എന്ത് അവകാശമാണുള്ളത്? എങ്ങനെയാണ് അഭിമാനം കൊള്ളാൻ കഴിയുക എന്നാണ് ചോദ്യം. അല്ല, ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് അവർക്ക് ബന്ധം കുറവായിരുന്നു, ആർലേക്കറുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് ബെൻസുകാരോ എന്തൊക്കെ മേടിച്ചു കൊടുത്ത പ്രശ്നം സെറ്റിൽമെന്റ് ആക്കി, അങ്ങനെ പല സെറ്റിൽമെന്റും ഒക്കെ അവർ തമ്മിൽ നടത്തുന്നുണ്ടായിരിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഫെഡറൽ സിസ്റ്റത്തില് ഗവർണർമാർക്ക് എത്ര ഇത് ഹോൾഡ് ചെയ്യാം, ഒരു ബില്ല്, അസെന്റ് ഓഫ് ബില്ല് ആർട്ടിക്കിൾ 200 പ്രോപ്പർലി കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവരിപ്പോ ആർലേക്കറിനെ കുറിച്ച് പറയുന്നില്ല. ആദ്യം തന്നെ അനീബി എടുത്തിരിക്കുക, ആർലേക്കറോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം വേറെ പ്രശ്നങ്ങൾ ഒത്തിരി കയറി വരുന്നുണ്ട്, സെറ്റിൽമെന്റ് ഉണ്ടാക്കണ്ടേ, ആ സാറിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഭരണഘടനാപരമായ വിഷയങ്ങളെ കുറിച്ച് അതിശക്തമായ വാദവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ സെറ്റിൽമെന്റും ഒക്കെ കോംപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾ ആയിക്കോളൂ. ഒരുപാട് കേസുകളും വിഷയങ്ങളും ഒക്കെ വരുന്നില്ലേ, അപ്പൊ അതൊക്കെ സെറ്റിൽ ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ശരി, ഈ ഗവർണർ ആയാലും രാജ്യത്തുടനീളം ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ. ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് മദ്രാസിൽ ഒരു സെറ്റിൽമെന്റിനും തയ്യാറല്ലാത്ത, ആരിഫ് മുഹമ്മദ് ഖാനുമായി പിണറായി വിജയൻ നടത്തിയ സെറ്റിൽമെന്റ് പോലെ ഒരു സെറ്റിൽമെന്റിനും തയ്യാറല്ലാത്ത സ്റ്റാലിന്റെ ബില്ലിനെ കുറിച്ചാണ്. ആ ബില്ലിനെതിരെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന, ആ ബില്ലിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിയെക്കുറിച്ചാണ്. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല, ഒരു സെറ്റിൽമെന്റും ഇല്ല. ഞങ്ങൾക്കാർക്ക് ഒരു സംശയവുമില്ല ആർട്ടിക്കിൾ 200 ഇൻവോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ. അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നത് റേ ഓഫ് ഹോപ്പ് ആണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കേരളത്തിലെ ഒരു കൊച്ചു ഒന്ന് വഴങ്ങണം. അനിൽകുമാറിനൊരു ചോദ്യം. കേരളത്തിൽ നിങ്ങൾ പറഞ്ഞു തീർത്താൽ മതി. കേരളത്തിൽ നിങ്ങൾ ഗവർണറുമായിട്ട് പോയി ഒരു കാപ്പി കുടിച്ച് തീർക്കാവുന്ന വിഷയമാണ് പറയുന്നത്, തീർത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ഭരണഘടനാ പ്രശ്നങ്ങളൊന്നും പറയണ്ട, അത് നിങ്ങൾ തീർക്കാനുള്ള പദ്ധതിയൊക്കെ നിങ്ങളുടെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെറ്റിൽമെന്റ് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞത്. ഒറ്റ ചോദ്യം, കേരള നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുത് എന്ന് UDF ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം കൊടുത്തിട്ടുണ്ടോ? ആ നിവേദനം കൊടുത്ത നടപടി തെറ്റിപ്പോയി എന്നിപ്പോൾ സമ്മതിക്കുമോ? രണ്ടാമത്തത്, ആരിഫ് മുഹമ്മദ് ഖാന്റെ കെയർ ഓഫിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ കടന്നു കയറിയ ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ? ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ? ഡയറക്റ്റാ ക്വസ്റ്റ്യൻ. അനിൽകുമാർ ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 111 ഒക്കെ എടുത്ത് വായിച്ചു നോക്കാം. ഒരു ബന്ധമില്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ. പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞാൽ നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഇതേ ഗവർണറോട് പറഞ്ഞ് ഗവർണർ ഈ ബില്ല് പിടിച്ചുവെച്ചതിനെ UDF സ്വാഗതം ചെയ്തിട്ടില്ല എന്നാണ് ചോദ്യം. അവിടെയാണ് പറയുന്നത് ഹോൾഡ് ചെയ്തു വെക്കാൻ ബില്ലിന്റെ ഇല്ലീഗാലിറ്റി പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ചുമതല പ്രതിപക്ഷത്തിന്റേതാണ്. അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും ആളുകളുടെ നിയമസഭയിൽ നിങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു. എന്റെ ചോദ്യം ഇതാണ് മുഹമ്മദ് ഷാ, നിയമസഭയിൽ നിങ്ങൾ ശക്തമായ നിലപാടെടുത്തു, നിയമസഭയിൽ ആ ബില്ലിനെതിരെ നിങ്ങൾ ആഞ്ഞടിച്ചു, നിയമസഭയിൽ ബില്ലിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും നിയമസഭയുടെ ബിൽ, ജനറൽ ബിൽ നിയമസഭയിൽ പാസാക്കിയതിനു ശേഷം ആ ബില്ല് ഗവർണറുടെ പക്കലേക്ക് എത്തിയാൽ അത് ഒപ്പിടരുതെന്ന് പറയുന്നതിനകത്ത് എന്ത് ഭരണഘടനാപരമായിട്ടുള്ള മര്യാദയാണ്? നിങ്ങൾക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം, നിങ്ങൾക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം, ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിക്കാം. നിങ്ങളിപ്പോ ചെയ്ത് അങ്ങനെയല്ല. ഈ ആർട്ടിക്കിൾ 200 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഗവർണർ ഉപയോഗിക്കുന്നതിനെ നിങ്ങൾ പിന്തുണയ്ക്കുക ചെയ്തത്. നിങ്ങൾ ആ പഴുതാണ് തേടിയത്. പിണറായി വിജയന് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടാവും. അങ്ങനെ പറയല്ലേ. ഇതൊരു ലീഗൽ പോയിന്റ് ആണ്. ഇതൊരു പൊളിറ്റിക്കൽ ലീഗൽ പോയിന്റ് ആണ്. നിങ്ങൾ ഒരു കാലത്ത് നിലപാടെടുത്തത് ആർട്ടിക്കിൾ 200 പ്രകാരം ഈ ബില്ല് പിടിച്ചു വെക്കണം. ആർട്ടിക്കിൾ 200 പ്രകാരം അസൂണസ് എന്നുള്ള പ്രയോഗമാവരുത്, പോക്കറ്റ് വീറ്റോ വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ശരിയല്ലേ? എന്നാ കേട്ടോളൂ, ആർട്ടിക്കിൾ 200 വായിച്ചോളൂ. ആർട്ടിക്കിൾ 200 വായിച്ചോളൂ. വായിച്ചത് കേക്കട്ടെ. Either he assents the bill
or that he withholds അതൊക്കെ വലിയ വലിയ ആളുകൾ assent പറയട്ടെ. therefrom, or that he reserves the bill for consideration of the. അപ്പൊ withholding the assent എന്ന് പറയുന്നത് ഒരു പ്രിറോഗേറ്റീവ് ഗവർണർക്കുണ്ട്. ആ വിത്ത്ഹോൾഡിംഗിന്റെ പോയിന്റിൽ വരെ പ്രതിപക്ഷത്തിന് അത് പറഞ്ഞുകൊണ്ടിരിക്കാം. Yes. അത് അതാണ് വേണ്ടിയാ. അനിൽകുമാർ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ശരിയാണ് മുഹമ്മദ് ഷാ. അനിൽകുമാർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞത് ബില്ല് നിങ്ങൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വയ്ക്കണമെന്നല്ല മുഹമ്മദ് ഖാനോട് പറഞ്ഞത്. നിങ്ങൾ ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള ഗവർണറുടെ അവകാശം വിനിയോഗിക്കണം. വിത്ത് ഹെൽഡ് ദി അസെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. അത് ഗവർണർക്ക് ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 200 കൊടുത്തിരിക്കുന്നതാണ്. ആ ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കുക. അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് നിയമസഭയ്ക്ക് പാസ്സാക്കി അയക്കാം. ആ ഘട്ടത്തിൽ ഗവർണർക്ക് വിത്ത് ഹെൽഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ല, ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഒരു ക്ലാസ് ആയിട്ട് തീരുമാനിച്ച് അവർക്ക് മാത്രം ഒരു സോഴ്സ് കൊടുക്കാൻ വേണ്ടി ഒരു ബില്ല് എഴുതി വെച്ചാൽ ആ ബില്ലിനെ തിരിച്ചയക്കാൻ പറയേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതല. ചരിത്രത്തെ വഞ്ചിക്കരുത്. പ്രതിപക്ഷം അവരുടെ പ്രതിപക്ഷ അവകാശം വിനിയോഗിക്കുകയല്ലേ ചെയ്തത്. ഗവർണർ ബിജെപിക്കാരനാണെന്ന് പറഞ്ഞാലേ അതിനൊന്നും സമയമില്ല. ശരി ഒരു നിമിഷം അനിൽകുമാറിന്റെ വാദം കേൾക്കട്ടെ. അനിൽകുമാർ, എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ അനിൽകുമാർ സംശയമുള്ളത്? എല്ലാത്തിനും അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടില്ല. ഈ ബില്ല് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ ഒപ്പിടരുത്. അതിന്റെ ചാൻസലർ സ്ഥാനത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം. ഭരണഘടനാപരമായി പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ? അപ്പൊ എന്താ സംഭവിക്കും? വിത്ത് ഹെൽഡ് ചെയ്തിട്ട് ബാക്കി എന്താ? തിരിച്ചയക്കാം. നിങ്ങൾ തിരിച്ചയക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒറ്റ കാര്യമല്ല. നിയമസഭ പാസാക്കിയ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷം കരുതുന്ന ബില്ലിൽ ഈ ഗവർണർ ഒപ്പുവെക്കരുത് എന്ന് പറയാനുള്ള അവകാശം പ്രതിപക്ഷത്തിലുണ്ടെന്നേ. ഇല്ല, ഞാൻ പറയാം. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പറയാം. നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് തിരിച്ചയക്കണം. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്, അതുകൊണ്ട് നിയമവിരുദ്ധമാണ് എന്നൊരു കേസുണ്ടോ? അങ്ങനെയല്ലല്ലോ. പോയിന്റ് ഇപ്പൊ പറ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്ന ഒരു ബില്ല് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടയിൽ ഭരണപക്ഷം പാസാക്കിയാൽ പിന്നെ രണ്ട് വഴികളേ ഉള്ളൂ. എന്താണ് വഴികൾ? അനുസരിക്കുന്നില്ലെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, ഗവർണറോട് അത് നിയമമാകാതിരിക്കാൻ വേണ്ടി നിങ്ങളത് അസന്റ് വിത്ത് ഹെൽഡ് ചെയ്യുക. വിത്ത് ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ല് തിരിച്ചയക്കാം. അപ്പൊ അവിടെ ക്ലിയറായി. ഒരു പോയിന്റ് ക്ലിയറായി. 23 മാസം ഇത് വിത്തുകളുടെ ചെയ്തത് പറയട്ടെ 23 മാസമായി ഇത് വിത്തുകളുടെ ചെയ്തത് UDFന്റെ പിന്തുണയോടെയാണ്. അങ്ങനെ 23 മാസം വിത്തുകളുടെ ചെയ്യാൻ പിന്തുണ കൊടുത്ത UDFന്റെ മുഖത്തടിച്ച അടിയാണ് സുപ്രീം കോടതി വിധി. 1 മാസം കൊണ്ട് തിരിച്ചയച്ചോണം. എങ്ങനെയാണ് UDFന്റെ പിന്തുണയോടുകൂടി ആവുക എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ RN രവി ബില്ല് പിടിച്ചു വെച്ചത് ആരുടെ പിന്തുണയോടുകൂടിയാ? അതെ, അതാണ് കൃത്യമായിട്ട് പറയാം. കേരള സംസ്ഥാനത്തിനകത്തെ മുസ്ലിം ലീഗ്, കേരള സംസ്ഥാനത്തിനകത്തെ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? തമിഴ്നാട്ടിൽ വേറൊരു നിലപാടാണ്. അതിന് കാരണം സ്റ്റാലിന്റെ കൂടെ ഈ കേരളത്തിൽ ഇവര് ബിജെപിയുടെ കൂടി ആയതുകൊണ്ട് സംഘീവൽക്കരണത്തിന് വേണ്ടി ഈ ബില്ലിൽ ഒപ്പിടരുത്. വിത്തുകളുടെ ചെയ്യണം. അത്ര സംഭവിച്ചല്ലോ. എത്ര കാലം വിത്തുകളുടെ ചെയ്യണം? 23 മാസം വിത്തുകളുടെ ചെയ്തു. 23 മാസം വിത്തുകളുടെ ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് 1 മാസം കൊണ്ട് തിരിച്ചയക്കണം. ആറിലേക്കർക്കെതിരെ അങ്ങോട്ട് പറയാം. നേരം തന്നെ ഇപ്പൊ തന്നെ പറയാം. യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ശങ്കുട്ടിദാസ് രക്ഷപ്പെട്ടു പോകരുത്. ശങ്കുട്ടിദാസ് നമുക്കൊപ്പമുണ്ട്. ശങ്കുട്ടിദാസിനോടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്. ആർലേക്കറും ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യത്തെ ചോദ്യം ശങ്കുട്ടിദാസിനുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്ര വൈകിയതുകൊണ്ടാണ് ശങ്കുട്ടിദാസ് ചേരുന്നത്. Debate with Dr. Arun Kumar.